സിനിമാ മേഖലയെ ഞെട്ടിച്ച് ഉണ്ണി മുകുന്ദന്റെ മാനേജർ വൻതോതിൽ MDMA-യുമായി അറസ്റ്റിലെന്ന വാർത്തകൾ. യൂട്യൂബർ കൂടിയായ റിൻസ് മുംതാസ്, സുഹൃത്ത് യാസർ അറാഫത്ത് എന്നിവരാണ് കഴിഞ്ഞ ദിവസം MDMA-യുമായി പിടിയിലായത്. വലിയ തോതിലാണ് ഇവരിൽ നിന്നും MDMA പിടിച്ചെടുത്തത്. 22.5 ഗ്രാം എന്നാണ് വിവരങ്ങൾ. സാധാരണ ഇത്തരം MDMA വാർത്തകൾ കേൾക്കുമ്പോൾ പിടികൂടുന്നത് നമുക്കറിയാം 2 ഗ്രാം, 3 ഗ്രാം, 5 ഗ്രാം എന്നൊക്കെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ മയക്കുമരുന്ന് ലോബിയെ തന്നെ ഞെട്ടിച്ച് നടൻ ഉണ്ണി മുകുന്ദന്റെ മാനേജർ റിൻസ് മുംതാസും സുഹൃത്ത് യാസർ അറാഫത്തും അറസ്റ്റിലാകുന്നത് 23 ഗ്രാമോളം MDMA-യുമായാണ്. ഉണ്ണി മുകുന്ദന്റെ പുതിയ മാനേജർ റിൻസ് മുംതാസിന്റെ അറസ്റ്റാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഇതുമായി ബന്ധപ്പെട്ട് നടന്റെ പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ല. ഉണ്ണി മുകുന്ദന്റെ മാനേജറായി നിയമനം ലഭിച്ച ശേഷം റിൻസ് മുംതാസ് നടനുമായുള്ള നിരവധി ദൃശ്യങ്ങളും ചിത്രങ്ങളും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ ഫാൻസിനെ തന്നെ റിൻസ് മുംതാസിന്റെ അറസ്റ്റ് അമ്പരപ്പിച്ച് നടുക്കിയിരിക്കുന്നു. എങ്ങനെയാണ് സിനിമാക്കാരുടെ ഇടയിൽ ഇത്തരം രാസലഹരി, അതും എല്ലുകളെ പോലും അലിയിച്ച് ലഹരിയുടെ കൊടുമുടിയിൽ മനുഷ്യരെ എത്തിച്ച് നശിപ്പിക്കുന്ന MDMA എത്തുന്നത്? അതിന്റെ റൂട്ടുകളിലാണ് ഇപ്പോൾ പിടിവീണത്. എടുത്തു പറയേണ്ട കാര്യം, റിൻസ് മുംതാസിന്റെ പേര് മാറ്റിയാണ് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയത് എന്നതാണ്. അവസരത്തിനൊത്ത് ഓന്തിന്റെ നിറം മാറ്റുന്നത് പോലെയാണ് ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾ പ്രതികളുടെ പേര് മാറ്റുന്നത്. റിൻസ് മുംതാസിനെ റിൻസി എന്ന പേരിലായിരുന്നു വാർത്തകൾ നൽകിയിരുന്നത്. വാർത്തകൾക്ക് അടിയിൽ ക്രിസംഗി അറസ്റ്റിലെന്നും ക്രിസ്ത്യൻ സംഘി അറസ്റ്റിൽ എന്നും വൻ കമന്റുകൾ നിറഞ്ഞ് കുറെ പേർ ആടിത്തിമിർത്തു. എന്നാൽ റിൻസ് മുംതാസ് എന്നാണ് അറസ്റ്റിലായ MDMA പ്രതിയായ യുവതിയുടെ പേര്. യൂട്യൂബിൽ ഇവർ സജീവമായിരുന്നു. റിൻസ് മുംതാസ് എന്ന യുവതിയുടെ പേര് മാധ്യമങ്ങൾ പോലും വാർത്തയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് റിൻസി എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള താരങ്ങളോടൊപ്പമുള്ള ചിത്രം യുവതി സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പങ്കിട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ റിൻസ് മുംതാസ് ഉണ്ണി മുകുന്ദനെ കണ്ടപ്പോൾ പങ്കിട്ട കുറിപ്പും ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കുറിപ്പ് ഇപ്രകാരം: ഞാൻ ഇന്ന് സാക്ഷാൽ ഉണ്ണി മുകുന്ദൻ എന്ന നടനെ കണ്ടു, സംസാരിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്നെ വിളിക്കും, പണി തരും, ഇടയ്ക്ക് വിളിക്കും, ചീത്ത കേൾക്കും, പിന്നെയും വിളിക്കും, എന്തെങ്കിലും ഐഡിയ പറയും. ആ സംസാരത്തിൽ നിന്നെല്ലാം ഞാൻ ഉണ്ണി മുകുന്ദൻ എന്ന നടനെയല്ല, ആ മനുഷ്യനെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. അയാൾ തോറ്റുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ച ആളാണ്. അയാളെ വിജയിക്കാൻ വിടണം. കൂടെ നിൽക്കാൻ കിട്ടിയ അവസരമാണ്. മാർക്കോയുടെ ഈ വിജയം അദ്ദേഹം എന്നോ ഉറപ്പിച്ചതാണ്. കാരണം അയാളെ പോലെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരാരും തിരികെ വന്നിട്ടില്ല. പക്ഷേ ഒരു സമൂഹത്തിന്റെ പുച്ഛവും പരിഹാസവും ഏറ്റുവാങ്ങി ഒടുവിൽ അയാൾ തോൽവിക്ക് യാതൊന്നും വിട്ടുകൊടുക്കാതെ പിന്നെയും മത്സരത്തിനിറങ്ങി. ഇനി അയാൾ തോൽക്കുക അസാധ്യം എന്ന് എനിക്ക് ഉറപ്പുണ്ടായി. ഇങ്ങനെയാണ് കുറിപ്പിൽ പറയുന്നത്. ഇതിൽ നിന്ന് ഉണ്ണി മുകുന്ദനോടുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാകുന്നതാണ്. ഇരുവരും തമ്മിൽ നല്ല ബന്ധം പുലർത്തിയിരുന്നതായി റിൻസ് പങ്കിട്ട കുറിപ്പിൽ നിന്നും വ്യക്തമാണ്. കൊച്ചി കാക്കനാടിന് സമീപം പാലച്ചുവടുള്ള ഫ്ളാറ്റിൽ നിന്നാണ് റിൻസിയെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 20.55 ഗ്രാം വരുന്ന MDMA പിടിച്ചെടുത്തു. ഇരുവർക്കുമെതിരെ ലഹരി മരുന്ന് കൈവശം വെച്ചതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തിരുന്നവരാണ് ഇരുവരും. ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു ഇവർ ജോലി ചെയ്തു വന്നിരുന്നത്. റിൻസ് മുംതാസിനെയും സുഹൃത്തിനെയും തൃക്കാക്കര പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ ചില യൂട്യൂബേഴ്സ് സിനിമാ മേഖലയിൽ രാസലഹരി വിൽപ്പന നടത്തുന്നു എന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് പോലീസ് വ്യാപകമായ പരിശോധനകൾ തുടങ്ങിയത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി റിൻസ് മുംതാസ് നിരീക്ഷണത്തിൽ ആയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.